ഷുഡ് ഹാവ് ബീൻ ആൻഡ് കുഡ് ഹാവ് ബീൻ പ്ലസ് നൗൺ. ഇതാണ് ഞാൻ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഷുഡ് നമുക്കറിയാം, ഹാവ് അറിയാം, ബീൻ അറിയാം. ഇത് ഒരുമിച്ച് വരുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആകണമായിരുന്നു, ആകുമായിരുന്നു. അത് നമുക്ക് ആകണമായിരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം. ആകണം, ഒരു ഷുഡിനൊരു നിർദ്ദേശത്തിൻ്റെ ഒരു മീനിങ് ഉണ്ടല്ലോ, നിർദ്ദേശം. അപ്പോൾ അത് നമുക്ക് ആകണമായിരുന്നുള്ള ഷുഡ് ഹാവിന് കൊടുക്കാം. ഈ ഷുഡ് ഹാവ് ബീൻ എ പോലീസ് ഓഫീസർ, ഇനി ഒരു പോലീസ് ഓഫീസർ ആകണമായിരുന്നു. ഷുഡ് ഹാവ് ബീൻ എ പ്രീച്ചർ, ഇനി ഒരു പ്രഭാഷകൻ ആകണമായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ എ സ്കോളർ, നീ ഒരു പണ്ഡിതനാകണമായിരുന്നു. നമുക്ക് ഇതിലില്ലാത്തതിൻ്റെ ഉദാഹരണം പറയാം, സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ പറഞ്ഞോളൂ. നമുക്ക് ഒരു സുഹൃത്തിനോട് പറയാം, പണ്ടൊക്കെ നല്ല പാട്ട് പാടിയിരുന്നു, ഇപ്പോൾ ഒരു പാട്ടുകാരനായില്ല. അപ്പോൾ നിങ്ങൾ പറയാം, ഇപ്പോൾ പാട്ടുകാരൻ ആയില്ല. അപ്പോൾ അങ്ങനെ പറയാം, യു ഷുഡ് ഹാവ് ബീൻ എ സിംഗർ, നീ ഒരു പാട്ടുകാരനാകണമായിരുന്നു. പക്ഷെ അവൻ പരിശ്രമിച്ചതുകൊണ്ട് ആയില്ല. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇത് വെച്ച് ഉദാഹരണങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ആകുമായിരുന്നു, വുഡ് ഹാവ് ബീൻ. യു വുഡ് ഹാവ് ബീൻ എ പോലീസ്മാൻ, നീ ഒരു പോലീസ്മാൻ ആകുമായിരുന്നു. ഐ വുഡ് ഹാവ് ബീൻ എ ഫുട്ബോൾ പ്ലെയർ, ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആകുമായിരുന്നു. ഐ വുഡ് ഹാവ് ബീൻ എ ആക്ടർ, ഞാനൊരു ആക്ടർ ആകുമായിരുന്നു, ഒരു നടൻ ആകുമായിരുന്നു. ഐ വുഡ് ഹാവ് ബീൻ എ ഫൈറ്റർ, ഞാൻ ഒരു ഫൈറ്റർ ആകുമായിരുന്നു, പക്ഷേ ആയില്ല. ഇതാണ് ഈ പ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കൂടുതൽ ഉപയോഗത്തിലൂടെ നമുക്കിത് വ്യക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് നമ്മളെ ഒരുപാട് പെർഫെക്റ്റ് ആക്കി മാറ്റുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുമായി നമ്പർ ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങളെന്ത് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വിഷ് ടു ഓൾ എവരിവൺ ഹാപ്പിനെസ് ആൻഡ് ജോയ്. എല്ലാവർക്കും സുഖവും സന്തോഷവും നേരുന്നു.